ബീറ്റർ മാത്രല്ല ഇൻവെർട്ടറും കത്തിപ്പോയി. ഹായ് ഗായ്സ്, അപ്പോൾ ടുമോറോ എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ട് ഏറ്റവും തട്ടിക്കൂട്ടി ഒരു അടിപൊളി കേക്ക് തന്നെ ഉണ്ടാക്കുക. ഇങ്ങനെ ഓവറാക്കണമെന്നില്ല, എൻ്റെ വ്യൂവേഴ്സിന് ഇതൊക്കെ ഇഷ്ടമാണ്. നമ്മളിവിടെ സാധനങ്ങൾ ഇങ്ങനെ വന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൗളല്ല, ബൗളാണ് ഇത്. നമ്മൾ ഡ്രൈ ആക്കി വെക്കണം. കഴുകിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുണി വെച്ച് തുടച്ചെടുക്കണം. കോഴിമുട്ട അവിടെ വെക്ക്. നമുക്ക് വേണ്ടത് ഇനി മുട്ടയാണ്. കോഴിന്റെ മുട്ടയാണെങ്കിൽ അല്ല, കോഴിന്റെ മുട്ടയോ പറഞ്ഞിരുന്നു അവരുടെ നാട്ടില് മുടുക എന്ന് പറയും. ഇവിടെ സംസാരം ഇനി സംസാരിച്ച് തൊലക്ക്. ഇനി നമ്മൾ 4 മുട്ട എടുക്കണം. ഇതുപോലെ പൊട്ടിച്ചിടണം. കൈ കഴുകിയിട്ട് വരെ എന്നെ കാണിക്കും. നമുക്ക് നമ്മുടെ ബീറ്റർ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം നോക്കണം. അതിൻ്റെ മുന്നേ വാനില എസൻസ് വെച്ച് കൊടുക്കാം. ബീറ്റർ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മിക്സറിൽ ഇട്ടിട്ട് അടിക്കാം. സ്മെല്ലുണ്ടല്ലോ, അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനില എസൻസ് ഉപയോഗിക്കുന്നത്. അല്ലടി, നമ്മൾ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വാനില എസൻസ് വയ്ക്കാം. ഈ റെസിപ്പി ആരും ഫോളോ ചെയ്യണ്ട കേട്ടോ. നല്ലൊരു റെസിപ്പി യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഗായ്സ്, എന്താണ് ഏറ്റവും സിമ്പിളായ രീതിയിൽ അടിപൊളി ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കാം. ചോക്ലേറ്റ് വാങ്ങാൻ മറന്നു. ചോക്ലേറ്റ് വേണ്ട, നമുക്ക് കൊക്കോ പൗഡർ ഉണ്ട്. എടി കുണ്ടി ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കണില്ല. അപ്പോൾ വി ഹാവ് ചോസൻ ദ കൊക്കോ പൗഡർ. ബീറ്റർ മാത്രല്ല ഇൻവെർട്ടറും കത്തിപ്പോയി. നമുക്ക് നോക്കാം. അപ്പൊ ബർത്ത്ഡേ 24ാമത്തെ വർഷം പോലെ തന്നെ തീയും പടരം പുകയൊക്കെ പോണു. ഇപ്പൊ ശരിയല്ലേ? ബീറ്റർ എന്തായാലും കത്തിപ്പോയിട്ടു. നമുക്ക് ഇനി അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങനെ അടുത്തേക്ക് വരല്ലേ? ഇല്ല, മിക്സിയിലിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം കേക്ക് ശരിയാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഫസ്റ്റ് ടൈം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ആക്കണം കേട്ടോ. ഇപ്പൊ ഒരു ഗുമ്മില്ല, ആയിട്ടില്ലല്ലോ. ശരിക്കായിട്ടില്ല. കൈയിടല്ലേ പന്നിയെ. ഞാൻ നോക്കിയതാണ്, ടെക്സ്ചർ നോക്കിയതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് 1/2 കപ്പാണ്. 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. കറക്റ്റ് 1/2 കപ്പ് എടുക്കാം കേട്ടോ. 1/2 കപ്പാണ് നമ്മുടെ 1 കപ്പ്. 1 കപ്പ് ചോക്കോ പൗഡർ ഇടും. 1 കപ്പ് അല്ലേ? 1/2 കപ്പ് കൊക്കോ പൗഡർ 1 കപ്പ് മൈദയാണ് ഇടല് യോഗ. അല്ല, 1 കപ്പ് കൊക്കോ പൗഡർ ഇട്ടോ. എന്ത് ചോക്ലേറ്റ് കേക്കാണോ ആവോ? 1/2 കപ്പ്. ഇനി 1 കപ്പ് കൊക്കോ പൗഡർ. ഇതൊരു 1/2 കപ്പ്. പൊയ്ക്കാനൊക്കെ നിന്റെ മെഷർമെന്റ് മൂഞ്ചാണുള്ളത് എന്തെങ്കിലും കാണിച്ചു. ഓക്കെ ഗായ്സ്, എന്നെ പറയുന്നത് വെച്ചിട്ട് നമ്മൾ ഇത് 2 പ്രാവശ്യം എടുത്ത് കഴിഞ്ഞാൽ 1 കപ്പാവും. ഓക്കെ, ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട. നീ പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ ഇടുന്നത്. 1 കപ്പ് മൈദ. അങ്ങനെ അല്ല ഇടല്. 1/4 കപ്പ് മൈദ. ഓക്കെ, ഇതിൽ കുറച്ചിട്ടുണ്ട്. പോയിട്ട് ആദ്യം 1 കപ്പിന് മെഷർമെന്റിൽ ഇതെടുത്തിട്ട് അത് ഒന്നും ഞാൻ ഇല്ലട്ടെ ഈ കേക്ക് തിന്നാൻ. എന്റെ പൊന്നോ, ഞാൻ ഒറ്റക്ക് 2-3 ദിവസം വെച്ചിട്ട് ഞാൻ ഒറ്റക്ക് തിന്നു. അതിനെന്നെ പറ്റുള്ളൂ, വേറൊരാൾക്ക് നിന്നാൻ പറ്റില്ല. കാണുന്നുണ്ടോ എന്നെ കാണിക്കേ. നമ്മൾ കൊക്കോ പൗഡർ ഇടുന്നതൊക്കെയാണ് വേണ്ടത്. നീ എന്ത് വ്ളോഗിങ് ആണ് ഉദ്ദേശിക്കുന്നത്? എടി കുക്കിംഗ് വ്ളോഗല്ല, ഫണ്ണായിട്ട്. നീ എന്തെങ്കിലും കമന്ററിയൊക്കെ പറഞ്ഞു. അയ്യോ, ഞാൻ ഇല്ല നിന്റെ യൂട്യൂബിൽ കമന്റ് പറയാൻ. സൗണ്ട് പറഞ്ഞു, സൗണ്ട് വെച്ചോ. നീ എന്നെ കാണിക്കണ്ട, കാണാൻ വേണ്ടേ ഗൈസ്. എന്നിലെ ബ്ലോഗർ എന്നുള്ളതിലെ മുള്ളിക്കളഞ്ഞ നുളയിലോ? അത് മുളയിലെ നുള്ളി. അപ്പോൾ നമ്മൾ ഇത്രയും അളവിൽ
ഈ കപ്പിൻ്റെ പകുതി അളവിൽ നമ്മൾ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒരു ഷോ അല്ല. കേക്ക് ഇങ്ങനെ നന്നായിട്ട് കേക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ ഒരു നുള്ള ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ നമുക്കിങ്ങനെ മൊത്തം മൂഞ്ചലാണോ ഡേ? ഫാനിലായിട്ട് നന്നായി ചൂടെടുക്കുന്നുണ്ട്. നിങ്ങളവിടെയൊക്കെ വെള്ളം കയറിയ ഗൈസ്, നമ്മളവിടെ കുറച്ച് കയറി. നമ്മൾ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെയൊക്കെ കുറേ സ്ഥലത്തൊക്കെ വെള്ളമായിട്ട് നമ്മളിപ്പോൾ ഇത് മേടിക്കാൻ പോയപ്പോൾ നമ്മൾ കാലിൻ്റെ മുട്ടിൻ്റെ മേലൊക്കെ വെള്ളമായി. എന്നാലും മുട്ടിൻ്റെ മേലെ വെള്ളമായി എന്ന് പറയുമ്പോൾ എന്നെ കാട്ടി ആയിട്ടുള്ള ആളാണ് ഗൈസ്. പക്ഷെ അവിടെയുള്ള കുട്ടികളാരൊക്കെ ഇപ്പോൾ ഉള്ള വെള്ളം ഞാൻ കുനിഞ്ഞിരുന്നിട്ടുണ്ട്. ഞാൻ നോക്കിയില്ല. ഒരുത്തനെ ഇങ്ങനെ നീന്തി കളിക്കണ്ടായിരുന്നു അല്ലേ? എന്താണ് ഒരു ഈച്ച കൊതുക് വല്ലാണ്ട് അവിടെ? എന്റെ വ്ലോഗിനെ പറയിപ്പിക്കുക. ഇത് മറ്റേ സാധനം സാരി കിട്ടിയതാണ് വ്ലോഗ് എടുത്തത്. സാരി എടുത്ത് കാണിച്ചെടുക്കണ്ടായിരിക്കും. എടി എന്റെ നടു വെട്ടണ്, ഞാൻ എങ്ങനെ ഇരിക്കണേ? ക്യാമറമാൻ്റെ ഇഷ്ടകാലം ഗൈസ്. കുറച്ച് കയറി ഇരുന്നത് ഗൈസ്. വിവോ സാരി കാണിച്ചു കൊടുക്കുക പോയേടി ഗൈസ്. നമ്മള് ഇപ്പൊ നമ്മുടെ മിക്സിക്ക് ആക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓയിൽ ഇട്ടിട്ട് ഇത് അടിച്ചിട്ടില്ല. ബാറ്റർ നമ്മൾ ഓയിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് അടിക്കണം. ബീറ്റർ ആണെങ്കിൽ നമ്മൾ കയ്യിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ മറന്നു പോകും ഗൈസ്. ഓക്കെ ഓക്കെ. ആ ഒരു പറക്കണ സാധനം അത് മറ്റേ കൂറൻ്റെ ചെറുതാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സാധനം ഇല്ലേ? തേനീച്ചല്ല, കൂറല്ല, അങ്ങനത്തെ ഒരു സാധനം. കറിയില്ല വേട്ടവളിയ. ഏതാണ് ഈ വടക്കിനി വ്ളോഗ്? നമുക്ക് കുറച്ച് കുറച്ച് പൊടി ഇട്ടിടില്ല. ഏട് എനിക്ക് വാക്കുകളൊന്നും കിട്ടണില്ല. 24 വയസ്സായില് കുറച്ചു നേരം മുന്നേ ഞാൻ നേരത്തെ എല്ലാം മറ്റേ സ്റ്റെപ്പാണ് ഓർമ്മ വന്ന്. ക്യാമറമാൻ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മൂഡ് സിങ്സ് നിനക്ക്. പിന്നെ ഉച്ചക്ക് കിടന്നുറങ്ങും. എന്റെ ക്യാമറമാൻ്റെ ഒരു കഴിവ് ഏറിയാണ്. എൻ്റെ കഴിവിന് വല്ലാണ്ട് പറഞ്ഞ ഞാൻ നിർത്തിപ്പോട്ടെ. അത് ചെയ്യരുത്. ട്രൈപോഡ് സെറ്റുള്ള മടി കാരണമാണ്. പിടിത്തട്ട എന്നിട്ട് നമ്മളിങ്ങനെ ഇതെന്തായിട്ട് ക്ലോക്ക് വൈസാണ് ഫോൾഡ് ചെയ്യുക. മിക്സ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, അത് ചെയ്യാം. എൻ്റെ കേക്ക് തിന്ന ഗൈസൊക്കെ പാലക്കണ ഇത്രയും വൃത്തിയിട്ട രീതിയിലാണ് ഉണ്ടാക്കിയത് ഗൈസ്. അന്ന് നമുക്ക് ബീറ്ററൊക്കെ ഉണ്ടായി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ തട്ടിക്കൂട്ടാണ് രാത്രിയായി. അത് കാരണം മഴ കാരണം നമുക്ക് രാവിലെ പോയി മേടിക്കാൻ പറ്റിയില്ല. പിന്നെന്താടി, നിനക്ക് ഉണ്ടാക്കാൻ അറിയാത്ത കാരണം ഉണ്ടാക്കാൻ അറിയില്ല പറഞ്ഞിട്ട് ഗൈസ്. നമ്മൾ പറയണമെന്ന് വിശ്വസിക്കരുത്. എൻ്റെ കേക്ക് തിന്നിട്ടുള്ളവർക്ക് അറിയാം. അതെ, കരിഞ്ഞതിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് തരും. എന്താണ് എന്നെ പബ്ലിക്കായിട്ട് പറയരുത്. അതൊക്കെ നമ്മൾ ബേക്കേഴ്സിൻ്റെ ഒരു സീക്രട്ട്. എന്താ പറയുക, അവരുടെ കയ്യിലുള്ള കൈപ്പൊടികളാണ് അതൊക്കെ. അത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. ബ്ലാക്ക് ഫോറസ്റ്റിന് മണപ്പം തന്നെ വന്നു തുടങ്ങി. ബ്ലാക്ക് ഫോറസ്റ്റ് അറിഞ്ഞിട്ടും കൂടെ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ അടുത്ത് എനിക്കിനി മറ്റേ എൻ്റെ ക്ലാസ്സില്ല. എൻ്റെ എല്ലാ ക്ലാസ്സിലത്തെയും കൂടെ കൂട്ടിയിട്ടുള്ളവരെല്ലാം തന്നെയല്ലേ കാണുന്നത്. നിൻ്റെ ക്ലാസ്സിൽ നിന്ന് 15 പേര്. ഇല്ല. പിന്നെ എന്തിനിങ്ങനെ നിൽക്കുന്നത്? കൈ കടന്നു ഗൈസ്. നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ബാറ്ററി കാണിക്കൂ. നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് പാനല്ലേ, ഷോഷ് പാൻ. നമുക്ക് ഷോഷ് പാനിലാണ് നമ്മൾ കേക്ക് ചുട്ടെടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ശുണ്ട്രമാണി ബാറ്റർ ആയിട്ടുണ്ട്. ഫുൾ ലംസ് ആണല്ലോ. ഫുൾ ലംസ് ആണ്.
ഗൈസ് ഇത് കണ്ടു ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കേക്ക് ഉണ്ടാക്കി ചൂടാറാൻ വെച്ചാൽ വേറെ പലരും സൺഫ്ലവർ ഓയിൽ എടുക്കാനാണ് പോകുന്നത്. ഓക്കെ, ഓണായോ? ഇപ്പോഴാണ് ഓണായത്. യു ക്യാൻ പുലമ്പൽ നൗ. അപ്പോൾ നമ്മൾ പാനിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ. ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ ഇല്ല, പാത്രത്തിന് അകം കാണിക്കുക, കൊച്ചേ പാത്രത്തിന്റെ കരി കാണിച്ചിട്ട് എന്താ കാര്യം? ബട്ടർ പേപ്പർ ഇല്ലാത്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ട്രിക്കാണ്, അല്ല ഷോർട്ട് കട്ടാണ്. Can you please shut your bloody mouth? ഗൈസ് ഇനി ബാക്കി എക്സ്ട്രാ ഉള്ള ഫുഡ് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ വെക്കാം. ആംഗിൾ ശരിയായില്ല. ഈ വീഡിയോൻ്റെ അത്രയും ശരിയായിട്ടില്ല, എന്നാലും ഞാൻ പാത്രത്തിന്റെ മൂഡ് കണ്ടിട്ട് ഇപ്പൊ ഇവർക്ക് എന്ത് കിട്ടാനാ? നിനക്ക് ടോപ്പൊന്ന് ഇസ്തിരിട്ടൂടി. മഴക്കാലത്ത് ഇസ്തിരി ഇട്ട ടോപ്പിട്ട് പുറത്തു പോകാനാ. അയ്യോ ഓണായിട്ടില്ല. അതല്ല, പിന്നെ ഞാനെങ്ങനെ കൈ മാറ്റും? ഞാൻ നക്കിട്ടു. ഇനി അതല്ല ചോദ്യം, വീഡിയോ ഓണാണ്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം പാന്. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ സോസ് പാൻ വെച്ച് കൊടുക്കണം. പഴയ ഒരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്താൽ മതി. കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്ന കാര്യം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ച കേക്ക് നമുക്കിതിനെ കൊട്ടി നോക്കാം. അപ്പോൾ ഇത് നമുക്കൊന്നും ചെയ്യാനില്ല, എന്നെ കഴിഞ്ഞു. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കാണണം, യൂട്യൂബിൽ നോക്കാം വിപ്പിംഗ് ക്രീം വിത്തൗട്ട് ബീറ്റ്. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം. 1-2 പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് ബീറ്റർ. ഇപ്പം നല്ല മഴയായ കാരണം നാളെ രാവിലെ കൊടുന്നവരാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഗൈസ്, നമുക്ക് ഇത് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടല്ലോ, പുറത്ത് വെച്ചാൽ പോലെ കേക്ക് പുറത്തിരുന്നോളും. രാവിലെ നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് ഫോട്ടോ എടുക്കണം, മന്തി ഉണ്ടാക്കണം. ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ ഗൈസ്. നാളത്തെ വ്ളോഗ് ഞാൻ നാളെ എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീറ്റർ കത്തിപ്പോയ വ്ളോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത്. ബൈ.